പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. കേരള ബ്ലാസ്റ്റേഴ്സും FC ഗോവയും തമ്മിലുള്ള പോരാട്ടമാണ് ഇന്ന് നടന്നത്. എന്നാൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് FC ഗോവയോട് പരാജയപ്പെട്ട് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ വീണ്ടും ഒരു പരാജയം ഏറ്റുവാങ്ങിയിരിക്കുന്നു. ഈ സീസണിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ 5ാം പരാജയമാണ് ബ്ലാസ്റ്റേഴ്സ് ഏറ്റുവാങ്ങിയിരിക്കുന്നത്. കൂടാതെ ഹോം മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുന്ന 4ാം മത്സരമായും ഇപ്പോൾ ഗോവയോടുള്ള ഈ പരാജയം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പറായ സച്ചിൻ സുരേഷിൻ്റെ പിഴവിൽ നിന്നുമായിരുന്നു FC ഗോവയുടെ സൂപ്പർ താരമായ ബോറിസ് സിംഗ് അവർക്ക് വേണ്ടി ആദ്യ പകുതിയിൽ ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ രണ്ടാം പകുതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് മികച്ച അവസരങ്ങളൊക്കെ തുറന്നു കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സിന് അതൊന്നും ഗോളിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായ ജീസസ് സ്റ്റീവൻസനും അതുപോലെ തന്നെ നവാസ് ദോയിക്കൊന്നും ഇന്ന് കാര്യമായ പ്രകടനങ്ങളൊന്നും നടത്താനായിട്ട് സാധിച്ചില്ല. എന്നാൽ അവസാന നിമിഷം ഗോളാകുമെന്ന് കരുതിയ സന്ദീപ് സിംഗിൻ്റെ ഷോട്ട് അത് പുറത്തേക്ക് പോവുകയായിരുന്നു. അത് ഗോളാകുമെന്നാണ് കരുതിയത്, പക്ഷേ സന്ദീപ് അതടിച്ച് വെളിയിൽ കളയുകയായിരുന്നു. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ഒരു തോൽവി ഏറ്റുവാങ്ങി. ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം വരുന്നത് ഡിസംബർ 7-ാം തീയതി ഇനി ബംഗളൂരു FCക്കെതിരെയാണ്. ആ മത്സരത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അതിശക്തരാണ് ബംഗളൂരു. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ശക്തമായി തന്നെ തിരികെ വരുമെന്ന് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ മത്സരത്തിൽ ചെന്നൈക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് ശക്തമായി തന്നെ തിരികെ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ശക്തമായി തന്നെ തിരികെ വരുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും FC ഗോവയോട് ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ഇപ്പോൾ ഹോം മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ഒരു തോൽവി ഏറ്റുവാങ്ങിയിരിക്കുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാം നിറ കണ്ണുകളോടെയാണ് ഇപ്പോൾ കൊച്ചിയിൽ നിന്നും മടങ്ങുന്നത്.